വായിച്ചിട്ടേ കളിയടക്ക കണ്ടുകൊണ്ടുള്ളത് കളിയടക്കായിട്ടുള്ള കഥ വായിച്ചിട്ടില്ലേ? അദ്ദേഹമാണ്. അപ്പൊ ദേവി ഉപാസനാണ്. ദേവി ഇങ്ങനെ രാത്രി ഭഗവത് സേവ കഴിച്ചിട്ട് ഇങ്ങനെ ഉപാസിക്കുക, വാതിലടച്ചിട്ടാ പൂജ. അപ്പൊ ആ കാലഘട്ടമാണ് ഇത്. 5ഓ 6ഓ നൂറ്റാണ്ടുകളുടെ മുമ്പുള്ള കഥയാണ്. അപ്പൊ അത്രയും ഉപാസകനാണ്. പക്ഷേ ഈ ശാക്തേയാവുമ്പോ മദ്യം ഒക്കെ സേവിക്കും. അപ്പൊ ആ കാലഘട്ടത്തിൽ ഇന്നിപ്പോ നോക്കണ്ട, ഇന്നിപ്പോ നമ്പൂതിരിമാര് കള്ളും ചാരയും ഒക്കെ ഉണ്ടായിന്ന് വരാം. പക്ഷെ ആ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ അത് രാജാവിന് മനസ്സിലായിട്ട് രാജാവ് അന്വേഷിച്ചിട്ട് ആളെ വിട്ടു. അങ്ങനെ ആളെ വിട്ട് കഴിഞ്ഞിട്ട് നോക്കുമ്പോ അദ്ദേഹം ഭഗവതിയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുക. അങ്ങനെയാ അല്ലേ? അത് കഴിഞ്ഞ് വീണ്ടും ഇത് ശരിയാണോ സംശയമാണ്. അത് കഴിഞ്ഞ് രണ്ടാമത് അദ്ദേഹത്തിനെ അപ്പൊ കള്ളു കുടിക്കണ സമയത്ത് തന്നെ കുടിക്കണം, അല്ലെങ്കിൽ കള്ളു കൊണ്ടിടുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ട് തൊണ്ടോടെ കുടിക്കാൻ വേണ്ടിയിട്ട് ആളെ ഉറങ്ങിക്കുക. അങ്ങനെ ആളെ പറഞ്ഞിട്ട് കള്ളു കൊണ്ടുവരികയാണ്. ഇദ്ദേഹം അതെ കുടത്തിൽ ഇദ്ദേഹത്തിന്റെ മുമ്പിൽ നടക്കേണ്ടത്. അപ്പൊ രാജഭട്ടന്മാരൊക്കെ വന്ന് ഇതെന്താ കളിയടക്കിയ നോക്കണം. നോക്കുമ്പോ കളിയടക്കിയ കള്ളായിരുന്നു. പക്ഷെ ഇദ്ദേഹം കളിയടക്കാത്ത പാട്ട്. അത് കഴിഞ്ഞ് ഭഗവതി ചോദിച്ചു. അതെ, വെള്ളം വെള്ളമായിട്ട് തന്നെ പറഞ്ഞാൽ നന്നായിരുന്നു. ഇത് കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള സാധനം പറയുമ്പോ വെറും അടക്കാന്ന് പറയുന്നത് കളിയടക്ക എത്ര ഉണ്ടാക്കണ്ടെന്ന് ചോദിച്ചു. അത്രയും സ്വാധീനമായിരുന്നു. പിന്നെ മാത്രമല്ല അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റേ രാജാവ് ഇദ്ദേഹത്തിനെ വരാൻ പറഞ്ഞു. കൊട്ടാരത്തിൽ വരാൻ പറഞ്ഞിട്ടാകുമ്പോ ഇദ്ദേഹം രാത്രി പൂജയൊക്കെ കഴിഞ്ഞ സമയത്താ ചന്ദ്രൻ ഉദിക്കുമ്പോ വരാന്ന് പറഞ്ഞു. ചന്ദ്രൻ ഉദിക്കുമ്പോ വരാന്ന് പറഞ്ഞപ്പോ അന്ന് കർത്തവാവ. അപ്പൊ രാജാവിന് ഉറപ്പായി നല്ല വീട്ടായിട്ട് ചന്ദ്രനോടി. അപ്പൊ ചന്ദ്രൻ എവിടെ പിടിക്കുന്നു? കർത്തവാവ്. ഇദ്ദേഹം പോയി. എന്താ പറഞ്ഞ ചന്ദ്രൻ ഉദിക്കുമ്പോ ഉദിച്ചു നിൽക്കൊണ്ടുള്ളതെന്ന് പറഞ്ഞു. പുറത്ത് നോക്കുമ്പോ 2 ചന്ദ്രൻ. ഒന്നല്ല, ദേവിയുടെ കുണ്ടലങ്ങൾ തന്നെ ചന്ദ്രനായിട്ട് രാജാവിന് കാണിച്ചു കൊടുക്കുന്നു. എന്നുവെച്ചാൽ അദ്ദേഹം പറയുന്നതൊക്കെ ഭഗവതി സത്യ. അത്രയും ഭഗവതിയുടെ സ്വാധീനമായിട്ടുള്ള ആളായിരുന്നു നമ്പൂതിരിച്ചൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രൂപത്തിലുള്ള ആരാധനയൊക്കെ ആയതുകൊണ്ട് ബ്രാഹ്മണരെക്കാൾ കൂടുതൽ അതിനെ ആ നമ്പൂതിരിച്ചനെ സേവിച്ചിരുന്നത് ബ്രാഹ്മണരില്ലാത്തവരാണ്. നമ്പൂതിരിമാരും പൂജിക്കുന്നതുണ്ട് കേട്ടോ. അത് അതിൻ്റെതായ രീതിയിലാണ് പൂജിക്കുക. പക്ഷെ മറ്റുള്ള ആൾക്കാർ ഒരു കാലഘട്ടത്തിൽ ധാരാളം, പക്ഷെ ഇതിൻ്റെ ഒറ്റയ്ക്ക് പൂജിക്കാറില്ല. ചിലപ്പോൾ കല്ലൊന്നാണെങ്കിലും നമ്പൂതിരിച്ചൻ്റെ കല്ലാണെങ്കിലും അതിന് വെക്കുമ്പോൾ ഭഗവതിയോട് കൂടിയിട്ടേ നമ്പൂതിരിച്ചനുള്ളൂ. അതിന് നേത്യം വെക്കുമ്പോൾ 2 ഇലയിൽ വെക്കും. കാരണം ഭഗവതി പറഞ്ഞ കാര്യം മനസ്സിലായോ? നമ്പൂതിരിച്ചനും ഭഗവതി അത് രണ്ടും അവിഭാജ്യ ഘടകങ്ങളാണ്. അത് ഒന്നിനെ വിട്ട് ഒന്നുണ്ടാവില്ല. അതാണ് അതിൻ്റെ മഹത്വം. അപ്പോൾ നമ്പൂതിരിച്ചന് വെക്കുമ്പോഴും ഇവിടെ 2ആയിട്ട് വെക്കണം. ഇത് വിഗ്രഹമല്ല. നിത്യം വെക്കുമ്പോൾ എന്താ വെക്കണേ വെച്ചാൽ അത് 2ആയിട്ട് വെക്കണം. ഒന്ന് അതിൽ ഭഗവതിയും ഭഗവതിക്ക് കല്ലോ വേറെ ഒന്നും വേണ്ട, ഒന്നിച്ച്. കാരണം നമ്പൂതിരിച്ചൻ്റെ കൂടെ ഭഗവതി ഉണ്ട്, അതിൻ്റെ സങ്കല്പം മാത്രമേ ഉള്ളൂ. അതൊന്ന്. പക്ഷെ ഈ പറഞ്ഞത് അതല്ല. ഈ ഭൂമി തന്നെ ഒരു ബ്രാഹ്മണാലയമായിരുന്നു. അതാണ് വിപ്രസ്യാൻ മീനരാശി ധരണിപതിരജോ വൈശ്യവൃക്ഷാവിപ്പം ശൂദ്രസ്യാത്രികോണം. അപ്പൊ ആറൂഢപതി മീനൻ രാശി വെക്കുമ്പോൾ വിപ്രസ്യാൻ മീനരാശി ബ്രാഹ്മണരാശിയാണ്. ആ രാശിയിൽ നീചസ്ഥനായിട്ട് ബുധന്റെ ഗവാംശവും ബുധക്ഷേത്ര 2 ആരൂഢങ്ങളായതുകൊണ്ടും ആ ബ്രാഹ്മണർ ഉപാസിച്ച ഒരു വൈഷ്ണവ ക്ഷേത്രം, ഒരു വിഷ്ണു ക്ഷേത്രം ഇവിടെ എവിടെയോ നശിച്ചു പോയിട്ടുണ്ട്. പണ്ടൊരു അമ്പലമായിരുന്നു, വിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ള അത് ഈ മീനൻ രാശിയിൽ തന്നെയല്ലേ നീചാംശകം. ഈ ഭാഗത്തെവിടെയോ ആണ്. പണ്ടൊരു വൈഷ്ണവ ക്ഷേത്രം, ഒരു അമ്പലം നശിച്ച സ്ഥലമാണ്, പറമ്പാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതിലുണ്ടാവും.
ആ വൈഷ്ണവ കോപവും അത് ഈ പരിസരത്ത് മുഴുവനും വൃഷ്ടാംഗരാശിയുടെ അഷ്ടമത്തിലാണ് ആര്? ബുധൻ. അങ്ങനെ വന്നാൽ എന്തായി? ഭ്രാന്തിം ദുർവചനം. ഈ പ്രദേശം തന്നെ മാനസിക രോഗം വർദ്ധിക്കുന്ന കുടുംബക്കാർക്ക്. മാനസിക രോഗം എന്ന് വെച്ചാൽ മുഴുവൻ ഭ്രാന്തി അതിനല്ല കേട്ടോ, പല രീതിയിലാവാം. മാനസിക രോഗം എന്ന് വെച്ചാൽ ഡിപ്രഷൻ ആവാം, അല്ലെങ്കിൽ മറ്റു രീതിയിലാവാം, വർക്കല്യായാവാം, ഓട്ടിസം പോലെ വിഷയങ്ങളാവാം, മനോരോഗം തന്നെയാവാം. മനസ്സിനുണ്ടാവുന്ന അസ്വസ്ഥതകളൊക്കെയാണ് ഭ്രാന്തിയും ദുർവചനം. വേണ്ടാത്ത വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടി വരിക, അല്ലെങ്കിൽ കേൾക്കേണ്ടി വരിക. അതാണല്ലോ വാതകവതിയായിട്ട് രണ്ടിൽ ബുധൻ. വാതകേശ്വരയുക്തോവാ വാക്പതി തലയ്ക്ക് രോഗം. അപ്പൊ അങ്ങനെ ജുഹ്വാദോഷം, വാഗ്ദോഷങ്ങൾ, ദുർവചനം, വേണ്ടാത്തത് പറയാനും വേണ്ടാത്തത് കേൾക്കാനും ഉണ്ടാവില്ല. ദൃഗാമയ കളഘ്രാണോക്തരോഗം, കണ്ണിന്റെ രോഗം, കഴുത്തിന് രോഗം മുതലായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവുക. കളഘ്രാണോക്തരോഗം, അത് ENT സ്പെഷ്യലിസ്റ്റ് ഒക്കെ എഴുതിയില്ല ഉണ്ടായില്ലോ. കളഘ്രാണോക്തരോഗം, വിത്തശ്ലേഷ പൈത്യമായ രോഗങ്ങൾ വരിക. ത്വഗ്ദോഷപാണ്ഡ്വാമയ, ത്വഗ്രോഗങ്ങൾ വർദ്ധിക്കുക. ദുസ്വപ്നം, ദുസ്വപ്നം, ഉറക്കം ഇല്ലാണ്ടാവുക. ഇനി ഉറങ്ങി കഴിഞ്ഞാലോ ദുസ്വപ്നം കാണും. എല്ലാവർക്കും നടക്കല്ല കേട്ടോ, ഈ ബന്ധപ്പെട്ട കുടുംബജനങ്ങളിലൊക്കെ ബാധിക്കാം. ദുസ്വപ്നം വിചാരിക്കുക, അന്തിപതനം, ഉറക്കത്തിലൊക്കെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് വീണ്ടും തോന്നുക, ഞെട്ടി ഉണരുക, അസ്വസ്ഥതകൾ വരിക. അഥവാ സ്കിൻ ഡിസീസ് ഒക്കെ ഉള്ളതായിരിക്കുന്ന, പലതരത്തിലുള്ളതായിരിക്കുന്ന എക്സിമ പോലെയോ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരിക. സന്തോഷപാണ്ഡ്വാമയാൻ ദുസ്വപ്നം വിചാരിപതനം പാദുഷ്യകം, ഇങ്ങനെയുള്ള പക്ഷിപീഡാദി വിഷയങ്ങളൊക്കെ, ഗന്ധർവപീഡ, പക്ഷിപീഡ മുതലായ ദോഷങ്ങളൊക്കെ വരിക. ഇതൊക്കെ ആ വൈഷ്ണവ കോപം കൊണ്ട്. അപ്പോൾ ഒരു ബ്രാഹ്മണാലയവും ആ ബ്രാഹ്മണാലയത്തിന്റെ ആൾക്കാർ ആരാധിച്ച ഒരു വൈഷ്ണവ ക്ഷേത്രവും ഇവിടെ നശിച്ചതിൻ്റെ ഒരു ദോഷമുണ്ട്. അതിന് വാർഷികമായി ഇവിടെ അടുത്ത് ഏതാ ശിവക്ഷേത്രം? ആണൂരില്ലേ? നരസിംഹക്ഷേത്രം. പനന്തുള്ളി. മനസ്സിലായി. ഞാൻ അവിടെ അവിടെ അന്ന് അമ്പലം ജീർണോദ്ധാരണം കഴിയാത്ത കാലത്ത് അവിടെ നഷ്ടമുള്ള പ്രശ്നമൊക്കെ വെച്ചതാണ്. അതൊരു മനയുടെ തന്നെയായിരുന്നു. ആ പ്രശ്ന സമയത്ത് തന്നെ ആ അമ്പലം അടക്കം വിൽക്കാൻ വേണ്ടി പുറപ്പെട്ടവരാ. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശാൻ ഇതൊക്കെ കൂടിയിട്ട് വണ്ടിയിൽ ആ അമ്പലത്തിന്റെ മുമ്പിലുള്ള സ്ഥലം കൂടെ വിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്. ആ മുമ്പത്തെ സ്ഥലം പോയില്ലേ, പോയിട്ട് കഴിഞ്ഞതാ. ഇവിടെയും ഉണ്ടായിട്ട് അന്ന് ആ ജയനാണ് അവിടെ മേശാന്തിയായി ആവട്ടെ. അപ്പൊ എന്തായാലും ആ സാന്നിധ്യങ്ങളെ സന്തോഷിപ്പിക്കണം. അതിപ്പോ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവാം, അജ്ഞാതായിട്ട് ഏതോ കാലഘട്ടത്തിലെ ഒരു വിഷയമാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ ബ്രാഹ്മണാദിയും അതുപോലെ തന്നെ. അതെ അതെ അതെ. അതിൽ തന്നെ ഈ വ്യാഴത്തിന്റെ 9ാം ഭാവതി ആരാണ്? ചൊവ്വയാണ്. അപ്പൊ 4ാം ഭാവത്തിൽ ആരൂഢപതിയായിട്ട് 4ാം ഭാവത്തിലുള്ളതായിരിക്കുന്ന വ്യാഴത്തിന്റെ ഉപാസനാവതിയാണ് ഈ ചൊവ്വ. ആ ബ്രാഹ്മണൻ ഉപാസിച്ച ഒരു മുല്ലയ്ക്കാ ഭഗവതി അതിവിടെ ഈ കിഴക്ക് ഭാഗത്ത് എവിടെയോ നശിച്ചു പോയിട്ടുണ്ടോ. അമ്പലല്ല, ഒരു മുല്ലത്തറയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഒരു കാലഘട്ടത്തിൽ ഈ കിഴക്കോ കിഴക്ക് വടക്കോ കിഴക്ക് ഈ ഭാഗത്ത് എവിടെയായിട്ട് പണ്ട് ഒരു മുല്ലയ്ക്കാ ഭഗവതിയോ മുല്ലത്തറയോ ഒക്കെ ഉണ്ടായിരുന്നു. അത് തന്നെയല്ല, ഗ്രേക്കാനന്ദ
യുവസമകായ പാണ്ഡരതം സ്പൃഷ്ടരംശമാന്തി പിന്തളമൂർത്തി അഭിമുഖലോമോ വ്യാകുലചിത്തോ പ്രഭവനസ്യ പ്രാന്തകടോളം. അപ്പൊ അങ്ങനെയുള്ള ഒരു ത്രേകാലത്തിലെത്തുന്ന ചോദ്യമാണ്. അപ്പൊ ഈ പ്രദേശത്ത് കലഹങ്ങളും വഴക്കുമക്കാണവും കേസും വ്യവഹാരങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ട് വന്നുപെടുന്ന ഇത് വെറുതെ ഇരിക്കുന്നതിൻ്റെ കുളിക്കാണ്ട് ഇത് നോക്കുക എന്നുള്ള വിഷയം. അതാണ് സാഹസ സംഗ്രാമ രുചി. സാഹസം എന്നുള്ളത് കൊണ്ട് ആലോചിക്കാണ്ട് പ്രവർത്തിക്കുക. സംഗ്രാമ രുചി, സംഗ്രാമം എന്ന് വെച്ചാൽ യുദ്ധത്തെ വഴക്ക് ഒക്കാണങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല. സാഹസ സംഗ്രാമം. ചണ്ഡഹ അത്യന്ത കോപിഷ്ഠ, വെറുതെ കോപിക്കുന്നുണ്ട്. അനഗത്യമായിട്ട് കോപിക്കാൻ തോന്നുന്നു. കോപം, സന്തോഷം, ദുഃഖം ഇതൊക്കെ മനുഷ്യന്റെ സഹജമായ വിഷയങ്ങളാണ്. പക്ഷെ അതൊക്കെ ഒരു ഇംബാലൻസ് ആവുമ്പോഴാണല്ലോ കുഴപ്പമുണ്ടാവുക. അതെ. ചണ്ഡഹ അത്യന്ത കോപിഷ്ഠ, അല്ലെ? അസ്ഫുടബാന്ധവ, വളരെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാർ, അഥവാ ഒരേ കുടുംബക്കാരാണ്, സഹോദരന്മാരാണ്, അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരാന്നുള്ള ഒന്നിച്ചു നിൽക്കേണ്ട ആൾക്കാർ. അസ്ഫുടബാന്ധവ, അവരുടെ ബാന്ധവ്യങ്ങളൊക്കെ അകത്തു പോവുക. സാഹസംഗ്രാമം വിധർമ്മം എന്ന് വെച്ചാൽ അവനവന്റെ സ്വധർമ്മങ്ങളെ വിട്ട് അവനവൻ ആരാണ് എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രവർത്തിക്കുക, പറയുക. അച്ഛൻ അല്ലെങ്കിൽ മക്കള് അച്ഛനോട് പെരുമാറേണ്ട രീതിയിലല്ലാണ്ടാവും. ഭാര്യ ഭർത്താവിനോട് പെരുമാറേണ്ട രീതിയിൽ പെരുമാറും. എന്നാൽ ഭർത്താവ് ഭാര്യയോട് വേണ്ട വിധത്തിൽ എല്ലാത്തിനും ഒരു പതിധർമ്മം, പത്നിധർമ്മം, പുത്രധർമ്മം, പിതൃധർമ്മം എന്നൊക്കെ ഉണ്ടല്ലോ. വിധർമ്മം എന്ന് പറഞ്ഞതുകൊണ്ട് അവരവർ ചെയ്യേണ്ടതായ പ്രവൃത്തികൾ അതതുപോലെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വിപരീതമായിട്ടൊക്കെ വന്നുകൂടുക. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് കുടുംബം. വിധർമ്മച്ച ഉദേ പുരുസന്തൃഷ്ടേ ഭൗതിമരാഹ സ്ഥൂലലേപാശ്ച, അങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെ ഇവിടെ കുടുംബജനങ്ങളിലും കലഹമുണ്ടാക്കുന്നതാണ്. സാഹസം, പരാപവാദ, ആഹവസാഹസാനി. പരാപവാദം, ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും. അയാളെങ്ങനെ ചെയ്ത് ചെയ്യാല, ഇയാളെങ്ങനെ ചെയ്ത്, വെറുതെ ആരോപണ പ്രത്യാരോപണങ്ങൾ. എന്താ വല്ല കാര്യമുണ്ടോ? വെറുതെ ആരോപണം കുടുംബജനങ്ങൾ തന്നെ ഉണ്ടായിട്ടില്ല. പരാപവാദ, ആഹവ തന്നെ സാഹസാനി. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അയ്യോ അവസായി കഴിഞ്ഞിട്ടും ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല പറഞ്ഞേ, പത്തൊരു ചൂടിലൊക്കെ പറയണ്ട പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ അതാ പ്രാപവാദ, ആഹവസാഹസാനി. സേനാധിപത്യം, ആധിപത്യത്തിനെ സംബന്ധിച്ചോ അവകാശത്തെ പറ്റിയിട്ടുള്ള തർക്കം ഉണ്ടാവുക. പ്രഭുതാഗ്രഹത്വം, പ്രഭുത്വത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന ആഗ്രഹത്വം. പ്രഭുത്വം വെച്ചാൽ കർത്തും അകർത്തും, ചെയ്യാനും ചെയ്യാതിരിക്കാനും ചെയ്തതിന് മാറ്റി ചെയ്യാനും അധികാരമുള്ള ആൾക്കാണ് പ്രഭു എന്ന് പറയുന്നത്. കർത്തും അകർത്തും അന്യഥാകർത്തും ശക്തഃ പ്രഭു. അപ്പോൾ ഞാനാ പറയേണ്ടത്, ഞാനാ ചെയ്യേണ്ടത് അപ്പോൾ എന്നുള്ള രൂപത്തിൽ മറ്റൊരാൾ ചെയ്താൽ അതിനെപ്പറ്റി വിഷമങ്ങളാവും. പ്രഭു അതിനു വേണ്ടിയിട്ട് ആഗ്രഹത്വം ഉണ്ടാവും. പ്രഭുത ആഗ്രഹത്വം, പരാക്രമത്വം, പരാക്രമം കഴിഞ്ഞു. കറവാളകുന്ത പ്രഹാര വിഖ്യാതമഹിംഹീജാൽ. കറവാളകുന്തം എന്നുള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളും പ്രശ്നങ്ങളും ഒരേ ഉള്ള വിഷയങ്ങൾ ചില സന്ദർഭത്തിൽ വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കില്ല. അഥവാ വരാതിരിക്കാൻ ശ്രദ്ധിക്കും. കാരണം എന്താ അറിയോ, ചൊവ്വയും കുടിയനും കൂടി ഒന്നിച്ചു വന്നാൽ എന്താ പറഞ്ഞേ, ഭൂപുത്രേ കലഹോദ്ഭവേത് പരിസരൈഹി. ഭൂപുത്രേ കലഹോദ്ഭവേത് പരിസരൈഹി. പരിസരത്തിൽ കലഹമുണ്ട്, ബന്ധപ്പെട്ടവർക്ക് അന്യോന്യം വിധിവാസമോ. തന്നല്ല ഈ ദുർമൃതി, ഈ കുടുംബബന്ധങ്ങൾ, അകാല മരണം, ദുർമരണം ലക്ഷണങ്ങൾ ഉണ്ടായിട്ടല്ലോ. പ്രേതസ്യാഗ്നിശസ്ത്രപ്രബലമതി ചന്ദ്രന്റെ ഏഴില് അഥവാ കുടിയന്റെ ഏഴില് ചന്ദ്രനും കൂടിയാ. അങ്ങനെ വന്നായി മാന്ദ്യാരൂഢനവാംശ കാമകാ സൗമ്യാ സുമൃത്യുക്ത പാപാസ്തത്രഗതാസ്തു ദുർമതികരാഃ. ക്ഷീണേന്ദു സലിലേ
ക്ഷീണേന്ദു തന്നെയല്ല, ഇന്ന് കർത്തപക്ഷ നവമിയാവുകയും ചെയ്തു, നീച്ചത്തുമാണ്. ക്ഷീണേന്ദു സലിലേ, അപ്പൊ കിണറ്റിലോ കുളത്തിലോ ജലാശയത്തിലോ എവിടെയോ വീണ് മരിച്ചതായ അവസ്ഥ ഈ കുടുംബ ബന്ധുക്കളുണ്ടെന്നാണ്. കിണറ്റില് ചാടിയിട്ടാവാ, വീണിട്ടാവാ. കിണറ്റിലെന്ന് വെച്ചാൽ കുളമായാലോ ജലത്തിൽ നടത്തിയുള്ളൂ അല്ലേ. കിണറെന്ന് പറഞ്ഞിട്ട് കുളത്തിലായാൽ അത് ബാധകല്ലാന്ന് കണക്കാക്കണ്ട. ക്ഷീണേന്ദു സലിലെ, അതാരാത് ഓർമ്മയുണ്ടോ? ആരാണ്? ക്ഷീണേന്ദു സലിലെ യുധി ക്ഷിതിസഹ. യുധി, യുധി എന്ന് വെച്ചാലോ, യുധി എന്ന് പറഞ്ഞാൽ യുദ്ധം. യുദ്ധം എന്ന് പറഞ്ഞത് കൊണ്ട് യുദ്ധത്തിൽ തന്നെയാവാം, അല്ലെങ്കിൽ തമ്മിത്തല്ലാവാം, അഥവാ ആയുധം കൊണ്ടാവാം. അപകടമായിട്ട് ഉണ്ടാവും. അതെ, അങ്ങനെ ഉണ്ടായതാരാ പറയണം കേട്ടോ. യുദ്ധി ക്ഷിതിസുതഃ, യുദ്ധി എന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെയുള്ള രീതിയിൽ സംഭവിക്കാം. എന്താ പേരറിയും? സുബ്രഹ്മണ്യെന്നാണോ? സുബ്രഹ്മണ്യനോ? അതെ, എവിടെ ഈ കുടുംബക്കാരല്ലേ, എവിടെ ആയാലും അതായത് അതാണ് ലക്ഷണം. ശരിക്കും അതാണ് ശരിക്ക് പറഞ്ഞാൽ അതായത് വെടിയുണ്ടകൾ തീക്കട്ട വെടിക്കും അടിയും ഈ ചൊവ്വയെ സംബന്ധിച്ച് 1, 2, 3, 4, 5, 6 അംശങ്ങളുണ്ട്. അപ്പൊ 6ഓളം ദുർമരണങ്ങള് ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയണ്ട. 6അല്ല, അപകടമായിട്ടുള്ള ഏറ്റവും അപകടം. കാരണം ഈ അല്ലേ, അപ്പൊ ചുമ പോയിട്ട് 6 അംശത്തിൽ നിൽക്കുകയാണ്. നീക്കം മുതൽക്ക് നോക്കുമ്പോ 14ാമത്തെ രാശി നിൽക്കുന്നു, 12ാമത്തെ രാശിയിൽ അംശിക്കുന്നു. അപ്പൊ ഒരു 10-12ഓളം ദുർമൃതി ലക്ഷണങ്ങള് ഗൗരവമായിട്ടുണ്ട്. അതിൽ വെച്ച് ഈ പറഞ്ഞ പോലെ യുധിക്ഷിത, യുദ്ധി എന്നുള്ളത് കൊണ്ട് യുദ്ധം അഥവാ ആയുധം കൊണ്ട് അഥവാ ഏതെങ്കിലും വിധത്തിൽ ഈ തമ്മിത്തല്ലോ അല്ലെങ്കിൽ വെട്ടിക്കൊല്ലാന്ന് ഈ അതില് 2 ആളും ഒരേ സമയത്താണോ? അതാണ് കാരണം. രന്ധ്രേ മിശ്രവലേ ശുഭാശുഭകേ ആലോകിതേവായുധേ ദമ്പത്യോഹം സമകാല മൃത്യു. ദമ്പത്യോഹ, ദമ്പതികളെന്നല്ലേ? ദമ്പത്യോഹ സമകാല മൃത്യു അഖിലജ്യോതിർവിധം ഏകത്വൂമലഗ്നഭൂതയതിവ ലഗ്നസ്ഥിതേ കാമവേ കാമസ്ഥേ തനുവേ ശുഭഗ്രഹയുതേ മൃത്യുസ്തയോഹ തുല്യതാം. കാരണം അതൊക്കെ ഈ ദേവതയെ ആരാധിക്കാൻ ബാധ്യപ്പെട്ട ഈ കുടുംബക്കാരാവുമ്പോ എവിടെ മരിച്ചു, ദൂരെയാണോ അടുത്താണോ എന്നൊന്നല്ല, ഈ കുടുംബബന്ധികളല്ലേ. അപ്പൊ ആ പ്രേതങ്ങൾക്കൊക്കെ അത്ര പെട്ടെന്ന് സദ്ഗതി വരില്ല. സാധാരണ ഒരു നോർമൽ ആണെങ്കിൽ തന്നെ ചിലപ്പോ ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നാൽ ആ പിതൃക്കൾക്ക് സദ്ഗതി വരില്ല എന്നാ പറയാ. ഏത് അവനവന്റെ സങ്കല്പങ്ങളോ അല്ലെങ്കിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നാൽ ആ വ്യക്തിക്ക് സദ്ഗതി ഉണ്ടാവില്ല. പക്ഷെ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള അപകടമായിട്ടുള്ള മരണമൊക്കെ ആണെങ്കിലോ ചിലപ്പോൾ 2, 3, 4, 5 പ്രാവശ്യം അതിനു വേണ്ടി മോക്ഷകർമ്മങ്ങൾ ചെയ്താലും പിന്നെയും അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ എന്താ അറിയോ, കായമിട്ട് വെച്ചിട്ടുള്ള ചെപ്പിൽ കായം തീർന്നാലും അതിൻ്റെ മണം ഉണ്ടാവും അല്ലേ. പിന്നെ കഴുകി കഴിഞ്ഞാലും പിന്നെ അല്ലേ കുറേ കഴിഞ്ഞാലും ഇതെന്തോ കായം വെച്ച ചെപ്പാണോ എന്ന് പറഞ്ഞ പോലെയാണ്. ആ ദോഷത്തിന്റെ ആധിക്യം കൊണ്ട് അതിന് സത്കർമ്മങ്ങൾ ചെയ്ത് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാമെന്നല്ലാതെ ഒറ്റയടിക്ക് അതിനെ ഇല്ലാണ്ടാക്കാൻ സാധിക്കില്ല. എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള സംഭവങ്ങൾ ഭാവിയിൽ വരാതിരിക്കാനും ശ്രദ്ധിക്കണം. കാരണം ഉദയരാശിയുടെ അഷ്ടമത്തിൽ കേതു, ഉദയരാശിയുടെ 9 നിൽക്കുന്ന ആ ചന്ദ്രന് ഈ പറഞ്ഞ ഉടിയ ദൃഷ്ടിയൊക്കെ ഉള്ളത് കൊണ്ട് ഭാവിയിലും അങ്ങനെയുള്ളത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആവട്ടെ, ഇവിടെ ഈ സ്വതവേ ഈ 7ാം ഭാവതിയായിട്ടുള്ള ഗ്രഹം ബുധനല്ലേ.
അത് തന്നെ വാചകോതിയായിട്ട് വ്യാഴക്ഷേത്രത്തിൽ അംശിക്കും. അപ്പൊ ഇവിടെ ആരാധിച്ചിരുന്ന ഒരു ദേവത അതിനെ ആവാഹിച്ച് വേറൊരു ക്ഷേത്രത്തിലേക്ക് ഉപേക്ഷിക്കുക, അതിനെ ഇവിടുന്ന് ഒഴിവാക്കുക, അങ്ങനെ ചെയ്തത് ഏതാ? ഇവിടെ ആരാധിച്ചിരുന്ന ഒരു ദേവതാ സങ്കല്പം മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ആരാധിച്ചിരുന്ന ഒരു ദേവതാ സങ്കല്പം ഒരു സമയത്ത് അതിവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിനെ ഇവിടുന്ന് ഉപയോഗിച്ചു. തന്നെയല്ല, പൃഷ്ഠോരാശിയായിട്ട് 5-ൽ പാപയവും 9-ൽ പാപാംശവും ഉണ്ട്. പൃഷ്ഠോപരിയസ്യായി ധർമ്മസംസ്ഥോ പാപോപവേദ ആത്മജനംസ്ഥോ വാ നാശസ്തോ ക്ഷിപ്രൈവാപ്യനോ ഇതോ ഉപസർപ്പേനോ ദീർഘനാശു ആശു ഇതഃ ഉപസർപ്പ. അപ്പൊ ഈ പറഞ്ഞ ആരൂഢം ധനുരാശിയ. ഈ ആരൂഢത്തിൽ യാതൊരു ശുഭദൃഷ്ടി ഇല്ല എന്ന് മാത്രമല്ല, 12ാം ഭാവാധിപന്റെ ദൃഷ്ടിയാ. 12ാം ഭാവം എന്ന് വെച്ചാൽ എന്താണ്? സ്ഥാനഭ്രംശ വൈകല്യം. സ്ഥാനഭ്രംശം ആരൂഢം നിൽക്കുന്നത് മീനൻ രാശിയിലും. അപ്പൊ ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇത് ഇവിടെ ആയിരുന്നില്ല. ഈ സാന്നിധ്യങ്ങൾ ഇതിന്റെ വടക്ക് കിഴക്കോ വടക്ക് ഭാഗത്തോ ഉത്തരത്തോ ഗുരു സൗമ്യ ഗ്രഹിച്ച വ്യാഴത്തിനും ബുധനും ഗുരുതലയ്ക്ക് ഉത്തരദിക്കം വടക്ക്. മീനൻ രാശി എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക്. അപ്പൊ വടക്ക് കിഴക്കുമായിട്ടുള്ള ഭാഗത്തായിരുന്നു വടക്കാലം മുമ്പ്. അറിയാതെ ഈ പറമ്പിന്റെ അപ്പുറത്തായിരുന്നു ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ പറഞ്ഞാൽ. അവിടെ എന്താന്ന് വെച്ചാൽ ഈ മീനൻ രാശിയുടെ മധ്യത്തിലേക്കാണല്ലേ പരിവാരയുക്ത. അവിടെ എല്ലാം കൂടി ഒന്നിച്ച് പരിവാരയുക്ത, പരിവാരത്തോടു കൂടി ഒന്നിച്ച് ഒരേ സ്ഥലത്ത് ഒരു കൊട്ടിലോ അല്ലെങ്കിൽ ഒരു വീടിന്റെ അകത്ത് പോലെയോ അല്ലെങ്കിൽ ഒറ്റ തറയിലോ ഒരു ശീലകത്തോ പരിവാരത്തോടുകൂടി ഒരേ സ്ഥലത്ത് അപ്പോ നല്ല മഹത്വത്തോടു കൂടി ആരാധിക്കും. അവിടെ ഒരു വൃക്ഷവിശേഷം ഉണ്ടായിരുന്നു. വലിയൊരു പാലയോ വലിയൊരു മരമൊക്കെ ഉണ്ടായിരുന്നു. ആവല്ലേ? കണ്ടവരാരുമില്ല, കേട്ടിട്ടുള്ളൂ. അപ്പൊ പിന്നെ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കഥ പറയണ പോലെ ഇങ്ങനെ പറയാം ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. ആണ് അതിന്റെ കടക്കിയായിട്ട് വളരെ സാന്നിധ്യത്തോടു കൂടി തന്നെയല്ല, ഒരു വലിയ ഗംഭീരനായിട്ടുള്ള ഒരു മന്ത്രവാദിയെ പോലെ ഒരാളുണ്ടായിരുന്നു. ഇത് കാണുന്നവര് ഒരു വെളിച്ചപ്പെടുക, അദ്ദേഹം എന്തു പറഞ്ഞാലും ശരിയാവും. ഈ ഒരു മുത്തപ്പൻ ഇത് കാണുന്നവര്. ഇതാണ് ലഗ്നാധിപതിയായിട്ടുള്ള വ്യാഴാണ്. കേന്ദ്രഭാവത്തില് ബുധാംശത്തോടുകൂടി സൗമ്യേരംഗജരോ ബുധപ്രിയോ ഗീതപ്രിയോ നൃത്തവിത്ത് നല്ല നൃത്തകനായിരുന്നു. അല്ലേ? അതാണ് സൗമ്യേരംഗജരോ ബുധപ്രിയോ ഗീതപ്രിയോ നൃത്തവിത്ത്. അന്ന് പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പാട്ട് ഈ ഗീതപ്രിയോ നൃത്തവിത്ത് തുള്ളലും ഉണ്ടായിരുന്നു, പാട്ടും ഉണ്ടായിരുന്നു. പാട്ട് അന്ന് ശരിക്കും പറഞ്ഞാൽ അന്ന് 3 പാട്ട് പ്രധാനമായിട്ടുണ്ടായിരുന്നു. ഒന്ന് സർപ്പങ്ങൾക്ക്, ഒന്ന് ഭഗവതിക്കും മുത്തപ്പനും. ഇപ്പൊ പാട്ടുണ്ടാ? ആർക്കൊക്കെ ഉണ്ട്? സർപ്പത്തിന്റെ പാട്ടില്ലേ? വഴിപാടായിട്ട് 2-3-4 എത്ര കൊല്ലം ഉണ്ടായിരുന്നു? വഴിപാടെന്ന് പറഞ്ഞാൽ അത് വഴിപാട്ടുകാരന്റെ അക്കൗണ്ടിലേക്ക് പോകും. അതിന്റെ ബാക്കി കഴുത്തും പാട്ടൊന്നും വേണ്ട, തുടങ്ങണ്ട കേട്ടോ. കാരണം ഇതൊക്കെ കൊണ്ടെടുക്കാൻ പുതിയ തുടങ്ങിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ പുള്ളമ്പാട്ടില്ലേ, എളുപ്പമുണ്ടല്ലോ. അത് ബാക്കി കഴുത്തും പരിപാടിയൊന്നും വേണ്ട. ഇത് പുള്ളമ്പാട്ട്, അത് വലിയ ചെലവും ഇല്ലാത്ത, അതെങ്കിലും വേണം.
കാരണം സർപ്പങ്ങൾക്ക് പാട്ട് കൊടുക്കുന്ന പ്രധാനം നാട്ടിലത് ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഇവിടെ ഏതോ കാലത്ത് അതാ അവിടെ വഴിപാടായിട്ട് പാടിയതാ വഴിപാട് അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ വഴിപാട് ചെയ്താൽ ആ വഴിപാട്ടുകാരുടെ അക്കൗണ്ടിലേക്ക് അതിന്റെ ഗുണം പോകുക. ഇത് നമ്മുടെ കുടുംബ വകയായിട്ട് തന്നെ വർഷത്തിൽ ഒരു ദിവസം പാട്ട് നടത്തണം. കുളപ്പാട്ട് മതിയത് നോക്കാം. കാരണം വെച്ചാൽ മറ്റൊക്കെ പ്രാരബ്ധങ്ങൾ തുടങ്ങിയാൽ എന്ന് നിലനിൽക്കണ്ടേ ബുദ്ധിമുട്ടാണ്. അവിടെ സാന്നിധ്യക്ഷേത്ര ബിംബാണിത്രീണി ലക്ഷണീയത് ആറൂഢത്തിലേക്ക് 5 രാഹുവും 6 ഊഴത്തിലേക്ക് ചൊവ്വാദൃഷ്ടിയും അത് 12ാം ഭാവാധിപത്യ ദൃഷ്ടിയാകുമ്പോഴാണ് അനാദിരോഗാദ്യപരാധിനാഥോ മൃതീശ്വരോ മൃത്യുഭയങ്കരോതി വ്യയാധിപോ ഭ്രംശദരിദ്രതാദ്യം. ഇന്ന് കാണുന്ന വിഗ്രഹം ഇതൊന്നും ആയിരുന്നില്ല പണ്ട്. വിഗ്രഹം ഇപ്പൊ കാണുന്നൊന്നും അല്ലാതെ ഇപ്പോ കണ്ണാടിയ അല്ല ഗോളയ കണ്ണാടി. 5ാം ഭാവൂതി 6ല 5ലെ രാഹുവാണ്. ആറൂഢത്തിലേക്ക് 12ാം ഭാവാധിപത്യ ദൃഷ്ടിയാണ്. പണ്ട് ഉണ്ടായിരുന്ന ഒരു ഉപാധിയിലുണ്ടായിരുന്ന ചൈതന്യം ഇപ്പോഴും മുഴുവൻ പോയിട്ടില്ല കേട്ടോ. അത് അനിഷ്ടാണല്ലോ. ബിംബപതി അനിഷ്ടത്തില ബിംബസ്ഥാനത്തിന്റെ ആഹുവിന്റെ യോഗവും. അതുകൊണ്ട് അതിന്റെ ഒരു ദോഷം ഇവിടെ ഉണ്ട്. അതെവിടെയാ കളഞ്ഞേ? ആരാ കളഞ്ഞേ? നമ്മളെന്നെയാ. എത്ര കാലം? 24 അല്ലേ? അപ്പൊ അങ്ങനെ സിമെന്റിൽ ഉറപ്പിച്ചത്. അപ്പൊ ആ അല്ല ആ വിഗ്രഹം തന്നെ വീട്ടുണ്ടാക്കി പ്രതിഷ്ഠിക്കായിരുന്നല്ലേ? ആ വിഗ്രഹത്തിന് വലിയ കേടുണ്ടായിരുന്നില്ല. ആയിക്കോട്ടെ, കല്ല് പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ എത്രയാ? ചോറ്റാനിക്കര കിഴക്കാവില് എന്താ? ചോറ്റാനിക്കര കിഴക്കാവില് എന്താ? 2-3 കല്ല് അതന്നെ ഉള്ളൂ. മോളയൊക്കെ വെച്ച് കാണുമ്പോ കേമാന്നേ ഉള്ളൂ. 3 കല്ലാണ്. ഇത്രയ്ക്കുള്ള കല്ലുകളാ ഇന്നും. ചോറ്റാനിക്കര ഭഗവതിയുടെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്താ? നമ്മുടെ ഈ പണ്ടത്തെ ഈ അത്താണിക്കൊരു കല്ലുണ്ടാവില്ലേ? അത്താണിക്കല്ല്. അത്താണിക്കല്ലില്ലേ? അതുപോലത്തെ ഒരു കല്ല്. അതാണ് ഇന്നും അത് തന്നെയാ. അതിന്റെ പുറമേക്ക് കോളയൊക്കെ വെച്ച് അവിടെ ഇപ്പൊ പൈസയൊന്നുമില്ലേ? വേണമെങ്കിൽ വിഗ്രഹം മാറ്റാലോ, സ്വർണം കൊണ്ടോ. അപ്പൊ അതായത് ചൈതന്യം ഭിന്നമല്ലാത്തൊരു ഉപാധി അങ്ങനെ മാറ്റുന്നത്. ഇവിടെ എന്താ 5ലെ രാഹുവും 5ാം ഭാവത്തിൽ എവിടെ പോയി? അപ്പൊ സാന്നിധ്യപതിയായിട്ടുള്ള ഗ്രഹം ദുഷ്ടനായിട്ട് സാന്നിധ്യത്താനുള്ള അപയോഗം വരുമ്പോ തന്നെയല്ല. മേടൻ രാശി വെച്ചാൽ ആദ്യത്തെ രാശിയാ. ആദ്യ സ്മൃതോ മേശസമാന രാശി കാലസ്യ മൂർധാവാണ്, തലയാണ്. ആദ്യ സ്മൃത, ആദ്യ സ്മരിക്കപ്പെടുന്ന രാശിയാണ് ഇത് മേടം. എന്ന് വെച്ചാൽ ആദ്യത്തെ വിഗ്രഹം എന്നർത്ഥം. അവിടെയാണ് രാഹു. അപ്പൊ ആദ്യത്തെ വിഗ്രഹം എന്നുള്ള ആ രാഹുവിന്റെ യോഗവും 5ാം ഭാവത്തിൽ 6 വന്നത് കൊണ്ടും ആ വിഗ്രഹത്തിൽ നിന്ന് ചൈതന്യം പൂർണ്ണമായിട്ട് ഇതിലേക്ക് വന്നിട്ടില്ല. അന്ന് സാമ്പത്തിക കുറവുകളും കാര്യങ്ങളും ഒക്കെ കുറച്ചൊക്കെ ഉണ്ടെങ്കിലും സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പോ അത്യാവശ്യം സാമ്പത്തികവും കാര്യങ്ങളും കണ്ടുപിടിക്കാൻ വഴിയൊക്കെ ഉണ്ടെങ്കിലും ഒരു സ്വസ്ഥതയും സമാധാനവും ഇവിടെ ഇല്ല. അതാണ് പാപേ പഞ്ചമുഖ്യ ദോഷവശതോ മുഖ്യ ആദിനാറും മനക്കുണ്ഠിത ലോകത്തോടിക്കുന്നില്ല അല്ലേ? എവിടെ പഠിച്ചേ? തൃശ്ശൂര. അവിടെ അങ്ങനെ വിദ്യ മനക്കുണ്ഠിത മനസ്സിന്
ഒരു സമാധാനമില്ലാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് 5-ാം ഭാവത്തിൽ രാഹു വരുമ്പോൾ. അല്ലേ? അപ്പൊ ആ സൂതക്ഷയത്തെ കാണിക്കുന്ന വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഗൗരവമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ സാന്നിധ്യത്തിന്റെ നഷ്ടം. ഇനിയിപ്പോ വീണ്ടും ആ വിഗ്രഹം കൊണ്ടുവരാനോ കാര്യങ്ങളോ പറ്റില്ല. പക്ഷെ നല്ല രീതിയിൽ ആരവിടുത്തെ തന്ത്രിയൊക്കെ ആയിട്ടുള്ളത് വിജയൻ തന്ത്രി എന്ന് പറയും. കാര്യം മാത്രമേ വിജയൻ വിജയതന്ത്രി എന്ന് പറയുന്ന പറഞ്ഞാൽ ഞാൻ അറിയാത്ത ആളൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ശിഷ്യനാക്കി. ഞാനൊരു 30 കൊല്ലമായിട്ട് അറിയാം ആളാണ്. കുറവ് വയ്യാണ്ടൊക്കെ അതിന്റെ അദ്ദേഹം യാത്രകൾ അല്ലേ ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു, ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-8 കൊല്ലമായിട്ട് ഞാൻ കാണലൊക്കെ കുറവാണ്. ഞങ്ങള് സ്ഥിരമായിട്ട് ഏതാണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണാവുന്ന ആൾക്കാരാണ്. പല സ്ഥലത്തും വെച്ചും അങ്ങനെ. അപ്പൊ എന്തായാലും പിന്നെ നല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹം പോക്ക് കുറവാണ്. പിന്നെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ആ പൂർവ്വ വിഗ്രഹത്തിനുള്ള ചൈതന്യം യഥാവിധി കലശത്തിലേക്ക് ആവാഹിച്ച് ആ കലശം ഈ ബിംബത്തില് അഭിഷേകം ചെയ്യാം. അപ്പൊ അങ്ങനെ ആ പൂർവബന്ധം ഒരു പരിധി വരെ അത് പരിഹരിക്കപ്പെടും. അത് നോക്കാം. 1 സാന്നിധ്യക്ഷേത്ര ബിംബാണി സ്ത്രീ ലഗ്നേത് അല്ലേ? ഈ ഇവിടെ പണ്ട് ഈ ഭഗവതി ഈ വേറെ ഭഗവതി ഈ കരിങ്കാളിന്നോ കൊടുങ്കാളിന്നോ അഥവാ വേറൊരു സ്വഭാവത്തിലുള്ള കാളി ഭദ്രകാളി ദേവി തന്നെയാണ്. ആ ദേവിയെ സങ്കല്പിച്ചുള്ള ഇതിപ്പോ ഭദ്രകാളിയായിട്ടല്ലേ, ഇതല്ലാത്തൊരു ദേവി ഇവിടെ യുവതിരിതാൻ ദുരുസുവിഷവാൻ പരദാരതാൻ ഗുഹകസുവേഷഭീരുവർക്കാൻ ശിരഭേജനേ പരദാരതാൻ മറ്റൊരു ദേവിയെ ആരാധിച്ചിരുന്നു. പരദാരത്വം മറ്റൊരു ദേവി. അപ്പൊ ഈ കുടുംബത്തിൽ തന്നെ ആരാധിച്ചിരുന്ന ഇതിൽ തന്നെ ബന്ധപ്പെട്ടതായ രൂപത്തില് അത് ഒരു കാലഘട്ടത്തിൽ ആരാധിച്ചതും ഇത് ഒരു കാലഘട്ടത്തിൽ ഇത് ആദ്യമായിട്ട് ആരാധിച്ച ഇതാണെങ്കിൽ ഇടവത്തിൽ നിൽക്കണതാ. ഇടവം എന്നുള്ളത് പിന്നത്തെ രാശിയാണല്ലോ. അപ്പൊ പിന്നീട് ഒരു കാലഘട്ടത്തിൽ ഒരു കാരണവറായിട്ടോ ഏതോ ഒരു മുത്തപ്പനായിട്ടോ ആരാധിച്ച ഒരു ദേവി ഇപ്പോട്ടെ ചണ്ഡികയായാലും കരിങ്കാളി തന്നെ കാരണം ചാമുണ്ഡി ഭദ്രകാള്യാദ്യാഹ സതേത്തി ഉമ്മസമാറ്റി ഉമ്മരായിട്ട് നിൽക്കുന്ന ശോഭയാണ്. അപ്പോ ഈ ചാമുണ്ഡി ഭദ്രകാള്യാദ്യാഹ എന്നൊക്കെ പറയുന്നത് കൊണ്ടും ത്രേകാണത്തിൽ മധ്യത്രേകാണത്തിൽ പാണ്ഡരദംഷ്ട എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പൊ ചണ്ഡിക്കൊക്കെ ആവാം. അതിനെ കളഞ്ഞോ അറിയുന്നു, അവരുടെ കുടുംബത്തിൽ വെച്ച് പൂജിച്ചാണ്. അത് പക്ഷെ ഇപ്പൊ കാണാനില്ലോ. ആരോ വേണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ, വേണ്ട എന്നുള്ള നിലയ്ക്ക് കൊണ്ട് കാണുമെന്ന് എനിക്കറിഞ്ഞു. ഞങ്ങള് തന്നിട്ടില്ലേ ആ ദേവിനെ ആരെങ്കിലും ആവാഹിച്ചുകൊണ്ട് ആ ദേവി ഇപ്പൊ ഇല്ല. അതാണ് അല്ല ആ ദേവി ഇപ്പൊ ഇല്ല. ഞങ്ങള് കളഞ്ഞിട്ടില്ല. അല്ല വേറെ ആരെങ്കിലും അതല്ലാന്ന് ആ ദേവി ഇപ്പൊ ഇല്ലല്ലോ. അവിടെ മുല്ലത്തറ അല്ല വിഗ്രഹം ആരുമില്ല. അത് ആരുടെ സ്ഥലത്തപ്പോ അത് ആ താമസിക്കുന്നവർക്ക് അതെ അല്ലാന്ന് അപ്പൊ ആ മുല്ലക്കാർ ഭഗവതിയൊക്കെ ഉള്ള സ്ഥലത്ത് ഇപ്പൊ ആരുമില്ല. വിളക്ക് വെക്കുള്ളൂ, ഏറ്റിയൊന്നുമില്ല. ആദ്യം കോഴിനൊക്കെ വെട്ടി, ഒരുപാട് കോഴിനൊക്കെ വെട്ടി പുല്ല് ചോര കുടിക്കലും കൊടലൊക്കെ ഇങ്ങനെ നിർത്തി ഉണ്ടായിരുന്നു. ആള് മരിച്ചുപോയി. ശരിയാ, ചൊവ്വ ഗുളികനോട് കൂടിയാ ആ ആളും അതിന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ അത് അപ്പൊ അവിടെ താമസിക്കാന്ന് വെച്ചാ ഈ കുടുംബത്തില് ആരായിട്ടാ അവിടെ താമസിക്കുന്ന ആള്? ആരുമില്ല. അപ്പൊ ആ സാന്നിധ്യങ്ങൾക്കും നേദ്യവും പൂജയൊന്നുമില്ല. അപ്പൊ അത് അല്ല ആ ഭൂമിയുടെ അവകാശാർക്കാ? അപ്പൊ നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല പോവാൻ. പിന്നെ കുറെ കാലമായിട്ട്
നമ്മളത് ചെയ്യാറില്ല. അപ്പൊ അതിന്റെ ഞങ്ങൾക്കും പ്രശ്നങ്ങൾ അതറിയാം. കാരണം ഇവിടെ ഈ ആറുകൂടത്തിലേക്ക് ഗുളികനോട് കൂടി അത് നോക്കുകയാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് അവലാതി പറയാ ഇവിടത്തെ ഭഗവതിയും ഇവിടെയുള്ള സാന്നിധ്യങ്ങളോട് കൂടി അദ്ദേഹത്തെ ആര് ആ അതിന് പൊതുവെ എല്ലാവർക്കും അതിനില്ലാണ്ടാക്കണം. അതാണ് ഇവിടെ ദോഷങ്ങൾ എന്നുള്ള ചിന്തകൾ സത്യത്തിൽ അതല്ല. അത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ദോഷങ്ങളാണ്. അപ്പൊ അല്ല അതിന്റെ ദുരിതം പരിഹരിക്കപ്പെടണം. അവലാതി ഉണ്ട്. കാരണം ഇതിൽപ്പെട്ടവരായിരിക്കാം അത് ഇവിടെ വന്ന പ്രശ്നമാണ്, ഇവിടെ പ്രശ്നങ്ങളുടെ ചിന്തകൾ ഉണ്ടാവാതിരിക്കാം. ഞാൻ പറഞ്ഞു കേട്ടാൽ വിളിക്കണം. അല്ല അത് പിന്നെ അദ്ദേഹത്തിന്റെ പേരെന്താണ്? വേലായുധന്താണ്. ഉത്സവം തുടങ്ങുമ്പോ അങ്ങോട്ട് പോയിട്ട് എണ്ണയും വെക്കാറുണ്ട്. തെക്ക് ഭാഗം തന്നെയാ, അടുത്തന്നെയാ. കാരണം ചൊവ്വയുടെ നിൽക്കാം. അതില് ഒന്നിച്ച് രണ്ടെണ്ണം ഒരെണ്ണം വേറെ ആയിട്ടുണ്ടാവും. അതിന്റെ അടുത്ത് വേറെ കല്ലുണ്ടോ? ഇതിന്റെ താഴെ വിഷ്ണുമായ ആ വിഷ്ണുമായ അത് ശരി, ഒരെണ്ണം വേറെയാ. സംഭവമല്ല, അത് അവിടെ തറവാട്ടിലുണ്ടായ വിഷ്ണുമായ. അത് വിഷ്ണുമായ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തറവാട്ടിൽ വെച്ച് പൂജിച്ചിരുന്നു. അത് ഞാനായിട്ട് ഇങ്ങനെ ഒന്ന് നന്നാക്കി എടുത്തു. അവസാനം ഇവിടെ അഷ്ടമംഗലി പ്രശ്നം വച്ചപ്പോൾ ആ വിഷ്ണുമായനെ ഇവിടെ കൊണ്ട് കൂടിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ അഷ്ടമംഗലി പ്രശ്നം കഴിഞ്ഞ ശേഷം കൂടി വിഷ്ണുമായ ആദിമുത്തപ്പൻ തമ്പുരാൻ പന്നസ്വാമി മുത്തു. നിങ്ങളുടെ അച്ഛൻ്റെ ഞാൻ വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അവിടെ തൊഴാറുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ബന്ധപ്പെട്ട ഇപ്പൊ താമസിക്കുന്ന ആൾക്കാരോ ഇവിടെ സഹകരിക്കാറോ വരാറൊക്കെ ഉണ്ടോ? അവരല്ല, അവരുടെ കയ്യിലല്ലല്ലോ ഇപ്പൊ ആ ഭൂമി. അല്ല, ഈ കുട്ടിക്ക് ഈ ഇദ്ദേഹത്തിനും അവകാശമുള്ള ഭൂമിയാണത്. ഇവരുടെ അച്ഛൻ്റെ ആണത്. ഇവരും ഒരനിയത്തി കൂടി ഉള്ളൂ. ഇവർക്കാണല്ലോ അവകാശം. മുല്ലക്ക ഭഗവതി ഇരിക്കുന്ന സ്ഥലം കൂടി അവകാശപ്പെടും. അതെ അതെ. അല്ല, വേറെ ആർക്കൊക്കെ അവകാശപ്പെടുന്നത്? ആൺകുട്ടികളൊന്നുമില്ല. ഓ, അപ്പൊ നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അവരവിടെ താമസമുണ്ടോ? അല്ല, അപ്പോ ഈ അനിയത്തിയും നിങ്ങളും കൂടി ആലോചിച്ചാൽ അത് വേണമെന്ന് നേരെ അല്ല, അങ്ങനെയല്ല. പറയട്ടെ, ഈ അതില് അതായത് ഒരു ആരാധിക്കേണ്ട സാന്നിധ്യം പൂർണ്ണമായിട്ട് ആരാധിക്കാണ്ടിരിക്കുമ്പോ സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു ദോഷം വരുമല്ലോ. അപ്പൊ അതിന്റെ പോരായ്മ ഈ സാന്നിധ്യങ്ങൾക്ക് ആവലാതി പറയുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ അവലാതി പറയുമ്പോ എല്ലാത്തിനും ബാധിക്കില്ല. അത് മാത്രം ഒരു കാരണമായിട്ട് പറയാൻ പറ്റില്ല. അതൊരു കാരണം, പല കാരണങ്ങളിൽ അതൊരു കാരണമാണ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അത് തന്നെയാണ് എല്ലാത്തിന്റെ കാരണം എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? എന്തായാലും അതിന് പേര് നമ്മൾ എന്താ പറയാ? എന്ത് ഭഗവതി ആയിക്കോട്ടെ, ചണ്ഡിക. നിങ്ങളുടെ അച്ഛൻ പറഞ്ഞു കേട്ട ഒരു അറിവ് ഞാൻ പറയട്ടെ. കരിങ്കാളി എന്നാണ്. കരിങ്കാളിയാണത് പറഞ്ഞു കേട്ടോ. കരിങ്കാലിക്കാണ് തോന്നാന്ന് പറയാം. ചണ്ഡിക എന്നൊക്കെ പിന്നീട് പേര്. അതായത് കരിങ്കാളി വേലായുധം. ഈ ചണ്ഡിക എന്നുള്ള പേര് കുറവാ. അതെ അതെ, അത് പിന്നീട് ആരെങ്കിലും കൊടുക്കുന്നതോ ചെയ്തൊക്കെ ആയിരിക്കാം. ആ കാളി വേലായുധനും കാളി ഒന്നിച്ച് തന്നെയാണ്. ആ ബന്ധം വിട്ടിട്ടില്ല, ഒന്നിച്ച് തന്നെയാ. അപ്പൊ ആ ഒരു പൈതൃക ബന്ധം ആ സാന്നിധ്യത്തിൽ നിന്ന് വേർപ്പെടുത്തണം. എന്നിട്ട് അതിനെ ശുദ്ധിക്രിയാദികളൊക്കെ ചെയ്യണം. അതൊന്ന് അവിടെ ഒന്ന് നേരെയാക്കാൻ ശ്രമിക്കൂ. നിങ്ങൾ ഇതൊക്കെ അറിയുന്ന ആളുമല്ലേ? അത് വൈകണ്ട. കാരണം അത് നന്നായി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മളും കൂടി അതിൽ ഒന്ന് സഹകരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ ഭൂമിയോ അവകാശങ്ങളൊക്കെ ഇനിയിപ്പോൾ ഓരോന്നായാലും ആ അദ്ദേഹം ഇവിടത്തെ കാര്യങ്ങളിലൊക്കെ അന്യോന്യ ബന്ധപ്പെട്ട് ചെയ്തിരുന്ന ആളുവാണ്. പണ്ട് തുള്ളിയിട്ടുണ്ട് ഇവിടെ. അതാ പറഞ്ഞേ. ഇത് മാത്രല്ല, 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന്
ഏതോ വിധത്തിൽ അവഗണിക്കുക, ഒരു അഭിപ്രായ വ്യത്യാസം, ഒരു വാഗ്ദോഷവും ഉണ്ടായിരുന്നു. ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരാറുമില്ല. ഇല്ല ഇല്ല ശരി. പിന്നെ അവസാന കാലത്ത് പിന്നെ കുറച്ച് വന്നിരുന്നു സഹകരിച്ചു. അവസാന കാലത്ത് ശരി, പക്ഷെ ആ മാനസികമായ ക്ലേശം ഉണ്ടായിട്ടുള്ളതിന്റെ ഒരു ദോഷാംശം ഇപ്പോഴും ഉണ്ട് ഇവിടെ. പിന്നെ എന്തോ എല്ലാവരും കൂടി തെങ്ങുമ്മ പിടിച്ച് കെട്ടി തല്ലിയതൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു അറിവ് മാത്രമേ എനിക്കുള്ളൂ. അതെ അദ്ദേഹം തന്നെ പറഞ്ഞത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു പറമ്പിൽ വെച്ച് തുള്ളാൻ നിന്നപ്പോൾ അദ്ദേഹത്തിനെ പിടിച്ച് ഒരു തെങ്ങുമ്മ കെട്ടിയിട്ട് അദ്ദേഹത്തിന് തല്ലിയുണ്ട്. അദ്ദേഹം പറഞ്ഞാണ്, അച്ഛൻ പറഞ്ഞ എന്നോട് പറഞ്ഞത്. അത്രേ ഉള്ളൂ. ശരി, മനസ്സിലാക്കേ ഉള്ളൂ. തല്ല മാത്രല്ല, കെട്ടിയിട്ട് തല്ല അല്ലേ, പ്രതികരിക്കാനും പോലും പറ്റാത്ത രീതിയിലല്ലേ. ശരിയത് ബന്ധനമാക്കിയിട്ട് തല്ലിന്ന് തന്നെ ശരിയാണ്. പറയുമ്പോൾ ലക്ഷണം വളരെ കറക്റ്റാ. അദ്ദേഹം തന്നെയാ വേലായുധം തന്നെയല്ലേ, ജോലിയല്ലേ വേലായുധം തന്നെ ആവട്ടെ. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു മനസ്താപം, ശാപദുരിതം, അദ്ദേഹത്തിന്റെ ഒരു ക്ലേശം ഇവിടെ ഉണ്ട്. അപ്പൊ അത് പരിഹരിക്കണം, ആ സാന്നിധ്യത്തെ നേരെയാക്കണം. അതിൽ ബന്ധപ്പെട്ട ആൾക്കാരെ മുൻകൈ എടുക്കുക, ബാക്കി ആൾക്കാരും കൂടി അതിൽ സഹകരിക്കണം. എഴുതി വെച്ചോളൂ ആവട്ടെ. പിന്നെ സാന്നിധ്യക്ഷേത്ര ബിംബാണി ത്രീനിരക്കുന്നതിനോഷധനായ താമ്പൂലത്രയാ